മരുതാണി 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 വിഴിയേ അടിപ്പോടി പാലി ഗംഗയുടെ കാനലെ കാറ്റും കാതൽ കനയും. ഹലോ എവ്രിവൺ, ഇന്നത്തെ ഈദ് വ്ളോഗിൽ ഞാൻ എൻ്റെ പെരുന്നാളിൻ്റെ തലേന്നത്തെ കുറച്ച് ഭാഗം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം പെരുന്നാൾ തലേന്ന് ഞാൻ ഷായിൻ്റെ അടുത്തിരുന്നു, അതായത് എറണാകുളത്ത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അവിടെ ഒരു താമരൻ്റെ ഒരു പാടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ രാവിലെ ആകുമ്പോൾ താമര വിരിയുമല്ലോ, അത് നോക്കാൻ വേണ്ടി പോയി. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും അവിടെ താമര ഉള്ളതൊക്കെ പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കഷ്ടപ്പെട്ട് എനിക്ക് ഷായിന് താമര പറിച്ചു തന്നു. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗ് ഞാൻ വേറെ ഉണ്ട് ഞാൻ അവിടെ പോയപ്പോൾ ഉള്ളത്. അതിലുണ്ട് എങ്ങനെയാണ് എനിക്ക് താമര പറിച്ചു തന്നതെന്നൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മെഹന്തി ആർട്ടിസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തോ വഴിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഷൈനും അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സംഭവം എന്താ വെച്ചാൽ കാലിക്കറ്റ് മലപ്പുറം ഉള്ള മെഹന്തി ആർട്ടിസ്റ്റിനൊക്കെ എനിക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് കുറച്ചൊക്കെ അറിയുന്നവരുണ്ടാവുമല്ലോ. ഇത് എറണാകുളം സൈഡ് എനിക്ക് വെരി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ കുറേ രാത്രിയൊക്കെ ഇരുന്ന് തപ്പിയിട്ടാണ് മെഹന്തി ആർട്ടിസ്റ്റിനെ കണ്ടുപിടിച്ചത്. അങ്ങനെ പിന്നെ ഒരാൾ എനിക്ക് റിപ്ലൈ ചെയ്തു, ഒരു രാവിലെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പെട്ടെന്ന് സെറ്റാക്കിയത്. എന്നാ സ്റ്റോറീസ് എന്നുള്ളൊരു പേജ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നല്ല രസമുള്ളൊരു മെഹന്തി ആയിരുന്നു കേട്ടോ. ഒരു ഇട്ടുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കായിരുന്നു. ഞാനും മെഹന്തി ഇട്ടു, അതേപോലെ തന്നെ ലിയ മെഹന്തി ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലിയാണ് ഇരിക്കണത് അവിടെ. ലിയ എന്ന് പറഞ്ഞാൽ ഷായിൻ്റെ സിസ്റ്റർ. ദെൻ അവിടെ മാസി ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ 2 കൈയിൻ്റെ ഉള്ളിലാണ് ഇട്ടത്. ഞാൻ കുറച്ച് അറബിക് ഡിസൈനാണ് ചൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കട്ടിക്കുള്ള മെഹന്തിയൊക്കെ, ഭയങ്കര സ്റ്റെയിനൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ടൈം ഞാൻ മെഹന്തി ഇട്ടോ എനിക്ക് തോന്നുന്നു നിൽക്കായിരുന്നു. അത് ഭയങ്കര ഫുൾ ഇന്ത്യൻ ടൈപ്പ് അല്ലായിരുന്നു. ഇന്ത്യൻ ടൈപ്പിൽ ഏതൊരു ടൈപ്പ് അപ്പോൾ ഇന്ന് ഈ ഒരു ടൈപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല സ്റ്റെയിൻ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഉമ്മാൻ്റെ നല്ല ബിരിയാണി ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ന് പെരുന്നാൾ തലേന്നിനാണല്ലോ നമ്മൾ അവിടെ ഉള്ളത്. പിറ്റേ ദിവസം ഞാനൊക്കെ എൻ്റെ വീട്ടിലേക്ക് പോകുമല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ബിരിയാണിയൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ബിരിയാണി വെച്ചു. എനിക്കാണെങ്കിൽ 2 കൈയിൻ്റെ ഉള്ളിലും മൈലാഞ്ചിട്ടതുകൊണ്ട് കഴിക്കാൻ വയ്യേനു. അതുകൊണ്ട് എനിക്ക് ഷായിനാണ് വാരി തന്നത്. കറക്റ്റ് ഉച്ചൻ്റെ ഒരു ടൈമായിരുന്നു. പിന്നെ ഓർഗാനിക് ഹെന്ന നമുക്ക് പെട്ടെന്ന് കഴുകി കളയാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ മെഹന്തി ആർട്ടിസ്റ്റ് ഒരു 10 മണി 10:30 11 മണി ആ ഒരു ടൈമിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ബിരിയാണി കഴിച്ച്. എന്നാലും എനിക്ക് ഒരു സൈഡും കൂടെ ഇടാൻ ബാക്കിയുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ഫുഡ് കഴിക്കുന്നതിന് മുന്നൊക്കെ തീരുമല്ലോ എന്ന് കരുതിയിരുന്നു. പക്ഷേ ബാക്ക് സൈഡ് ഒരു സൈഡും കൂടി എനിക്ക് ഇടാണ്ടിരുന്നു കേട്ടോ. നോർമലി കഴിക്കുമ്പോൾ കുറച്ച് എടുത്തിട്ടേ കഴിക്കുള്ളൂ. കുറച്ചേ കഴിക്കുള്ളൂ, കുറേ കഴിക്കില്ല. അപ്പോൾ ഷായിന് അവസരം മുതലെടുത്തിട്ട് എൻ്റെ തൊള്ളേക്ക് അവസാനമായപ്പോൾ ഞാൻ അപ്പം ഛർദ്ദിക്കും, എനിക്ക് ചോറ് മതി പറയും. പിന്നെ മെഹന്തിയൊക്കെ ഇട്ടൊന്ന് കംപ്ലീറ്റ് ആക്കി നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി പിക്ചേഴ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് കയ്യിൻ്റെ മൈലാഞ്ചിൻ്റെ ഫോട്ടോസ് ഇതായിരുന്നു ഞാനും ലിയ ഇട്ട ഡിസൈൻസ്. ലിയ പുറത്ത് കുറച്ച് ഇന്ത്യൻ ഡിസൈൻസും അകത്ത് മറ്റേ സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സാധനമായിരുന്നു. ഞാൻ പുറത്തും അകത്തും അത്യാവശ്യം കുറച്ച് സ്റ്റെയിൻ കാണുന്ന ടൈപ്പിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. ഇനിയുള്ളതാണ് കേട്ടോ പെരുന്നാളത്തെ ദിവസം. അവിടുന്ന് തിരിച്ച് എറണാകുളത്തുനിന്ന് നമ്മളെ കൊണ്ടോട്ടിക്ക് എത്തിയപ്പോൾ തന്നെ രാത്രി ഒരു നേരം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ ഒരു 5:30 ആയപ്പോൾ തന്നെ എണീക്കുകയും ചെയ്തു. ലൈക്ക് ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലെത്തിയപ്പോൾ. ആൻഡ് മൈലാഞ്ചിൻ്റെ സ്റ്റെയിൻ നോക്ക് നല്ല രസമുണ്ട്. പിന്നെ കുറച്ചൊക്കെ ആയപ്പോൾ അതിലേറെ നല്ല സ്റ്റെയിൻ ആയിട്ടുണ്ടായിരുന്നു. താഴെ പോയപ്പം മറ്റേ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ ഇളക്കാൻ പറഞ്ഞു എന്നോട്. എന്നെക്കൊണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു സഹായങ്ങളെ പറ്റുള്ളൂ, ഇളക്കി കൊടുക്കുക അങ്ങനത്തതൊക്കെ. പിന്നെ കാട പൊരിക്കാനും ചിക്കൻ പൊരിക്കാനൊക്കെ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം ഹാദിയും ഇപ്പച്ചിയും എല്ലാവരും പള്ളിയിൽ പോകേണ്ടിയിരുന്നു. അപ്പോൾ ഒരു മാറ്റി ഇറങ്ങാൻ അതൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ നോക്കി നിന്ന്. രാവിലെ കുറച്ച് മഴ ഉണ്ടായിരുന്നു, ലൈക്ക് ചെറിയൊരു മഴ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഇത്രയും ദിവസം ഇവിടെ ഒരു മഴയില്ലേന്, കറക്റ്റ് പെരുന്നാളിൻ്റെ ദിവസമാണല്ലോ മഴ പെയ്തത്, ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. റൂമുകളും പിന്നെ ടേബിളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ക്ലീൻ ആക്കാണ്ടായിരുന്നു. എൻ്റെ സാധനങ്ങൾ തന്നെയാണ് അവിടെയും ഇവിടെയൊക്കെ ഇട്ടിക്കുന്നത്. പിന്നെ എൻ്റെ റൂമും തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കി പരിപാടി ലൈക്ക് ഡ്രസ്സ് മാറ്റണം. നമ്മളിവിടെയൊക്കെ ലൈക്ക് പള്ളിയിൽ നിന്ന് ഇപ്പച്ചി പോലെയൊക്കെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റും, എന്നിട്ട് ഫുഡ് കഴിക്കും, അങ്ങനെയാണ്. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ്. എല്ലാ ഇതിനും ഞാൻ ചിലപ്പോഴൊക്കെ ഭയങ്കര വർക്കുള്ള ഔട്ട്ഫിറ്റ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിരാന്തായിരുന്നു എനിക്ക് ഔട്ട്ഫിറ്റ്സൊക്കെ
ഒക്കെ തപ്പുകൊണ്ട് വന്നപ്പം അപ്പോൾ ഒരു പേജിൽ ഈ ഒരു സിമ്പിളായിട്ടുള്ള അത്യാവശ്യം വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയ ഒരു സാധനം കണ്ടു. അങ്ങനെ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു ഞാൻ. എൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഒരു എന്താ പറയുക ഒരു 3-4 കളേഴ്സ് ഇങ്ങനെ കോമ്പൈൻ ചെയ്ത് വരുന്നൊരു സാധനമായിരുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ ഫുഡ് വെയർ. ഞാൻ ലാസ്റ്റ് ഈദ് വ്ളോഗിൽ പോയപ്പോൾ ഷൈൻ്റെ കൂടെ പോയിട്ട് എടുത്തില്ല ഒരു ഫ്ലാറ്റ്സ് ഇതായിരുന്നു കേട്ടോ. ഇത് എവിടെ നിന്ന് എടുത്തത് വെച്ചാൽ V2 സ്റ്റോറുണ്ട് SM സ്ട്രീറ്റിൻ്റെ മറ്റേ സൈഡല്ല പുറത്തേക്ക് കേട്ടോ. കറക്റ്റ് പേരെനിക്കറിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ എടുക്കുന്നത് ഔട്ട്ഫിറ്റിൻ്റെ ഒരു പിക്ചർ എന്നൊക്കെ പറയും. എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറി കാണുന്നവർക്കറിയാം ഞാൻ എന്ത് പുതിയ ഔട്ട്ഫിറ്റ് ഇട്ടാലും പാർട്ടി വെയർസ് ഒക്കെ ഇട്ടാലും ഇങ്ങനെ ഒരു പിക്ചർ എടുക്കാറുണ്ട്. എന്നിട്ട് മേലെ നിന്ന് ഇങ്ങനെ പിക്ചർ എടുക്കും. സ്റ്റോറീസൊക്കെ കാണുന്നവർക്ക് എന്തായാലും അറിയുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ച് വന്നപ്പോഴാണ് എന്തോ ഒരു സാധനം മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ പോയിട്ട് കമ്മലെടുത്തു. ആക്ച്വലി ഞാൻ വേറൊരു പിങ്ക് അല്ല ഒരു പേർപ്പിൾ കൈൻഡ് ഓഫ് സ്റ്റോൺ വരുന്ന കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എവിടെയോ വെച്ച്. ഹലോ ഗൈസ്, അപ്പം ഈദ് മുബാറക്ക്. ഞാൻ ഡ്രസ്സ് മാറ്റി, എനിക്ക് മേക്കപ്പ് ചെയ്യണം. പക്ഷേ എൻ്റെ നമുക്ക് ത്രെഡ് ഞാൻ ചെയ്തിട്ടില്ല. ഇത് ഞാൻ മിഞ്ഞാന്നെന്തോ മറ്റേ റേസർ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയപ്പോൾ മുറിയായതാണ്. ത്രെഡ് ചെയ്തിട്ടില്ല, ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മുഖത്താണെങ്കിൽ നിറച്ചു കൂരു കണ്ടിട്ട് എനിക്ക് റെഡി ആവാനേ തോന്നുന്നില്ല. എനിക്കൊരു മോഡൊന്നുമില്ല. ആകെപ്പം എനിക്ക് തൃപ്തിയായതിൻ്റെ ഒരു മൈലാഞ്ചിയാണ്. നല്ല കളറുള്ള മൈലാഞ്ചി. എന്തൊരു ചോപ്പാണ് നോക്ക്. വാവ്, സൂപ്പർ. നല്ല ചോപ്പുണ്ട്, നല്ല രസമുള്ള മൈലാഞ്ചിയാണ് എനിക്കിപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടമായത്. എൻ്റെ ഡ്രസ്സ് പോലും എനിക്കിപ്പം അത്ര രസമല്ലേ എന്നൊക്കെ തോന്നുന്നു. എന്താ ചെയ്യുക, ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഇതിനെ പിടിച്ച് കുത്തൂലേ? എനിക്കൊന്നും റെഡി ആവാനേ തോന്നുന്നില്ല. എല്ലാവരും ഇത്ര നേരത്തെ മാറ്റിയിട്ട് എന്താ കാര്യം? ബിരിയാണി എന്തായാലും വെൽക്കം ടു ഗെറ്റ് റെഡി വിത്ത് മീ. ദേഷ്യം വരാം, എനിക്ക് ഉറപ്പാണ്. അല്ലേലേ നിൻ്റെ മൂടൊന്നും ശരിയില്ല. വിചാരിച്ച പോലെ ഒന്നും ആവാഞ്ഞാൽ പിന്നെ എനിക്കൊരു പിരാന്താക്കരം ഇതിലിങ്ങനെ കണ്ടു. അപ്പം എനിക്ക് ഉറപ്പാണ് എൻ്റെ ഫോണിൽ നിന്ന് ഇപ്പം മെസ്സേജ് വരും, ഈ സ്റ്റോറേജ് ഫുള്ളെന്ന്. അപ്പം എനിക്കൊണ്ട് ഞാൻ എറിഞ്ഞിട്ട് പൊട്ടിച്ചു. പറഞ്ഞില്ല വേണ്ട, ഇരാതാവണം എനിക്ക്. പിന്നെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, ബിക്കോസ് എല്ലാത്തിലും കണ്ടതാണ് ഈ ഒരു സാധനം. ഇത് ഇനി എക്സ്പ്ലെയിൻ ചെയ്താണെങ്കിൽ നിങ്ങൾ എന്നെ പിടിച്ച് കുത്തും. അത്രയും പ്രാവശ്യം കണ്ടിരിക്കണം. അപ്പം ഗൈസ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. മതിയായി, റെഡി ആവണ്ടോ? നിങ്ങൾ മറ്റൊരു ചങ്ങായിൻ്റെ റീലുണ്ടോ കണ്ടിക്കണോ അറിയില്ല, ഇൻസ്റ്റയിൽ എനിക്ക് പഠിക്ക് പോകണ്ടോ, എനിക്ക് ജോലിക്ക് പോകണ്ടോ ഇതോട് വിളിച്ചില്ലേ. അതേമാതിരി ആയിരുന്നു ഞാൻ അതാ എനിക്ക് പഠിച്ചാൽ പോകണ്ട, എനിക്ക് പെരയിരുന്നാൽ മതി, എനിക്ക് പണിക്ക് പോകണ്ട പറഞ്ഞിട്ട് ഞാൻ ഇന്ന് നോട് വിളിച്ചു. അതുകൊണ്ടാണ് ആരും ഇന്നിപ്പോൾ പഠിക്കാനും പണിക്ക് പോകാനും നിർബന്ധിക്കാത്തത്. ബിക്കോസ് എൻ്റെ ഫാമിലിക്കും ഷൈനൊക്കെ അറിയാം പഠിച്ചാൽ വിട്ടാൽ പിന്നെ എപ്പോഴും ചീഞ്ഞോണ്ടാക്കരം. അതുകൊണ്ട് ഒരു റിസ്ക് എടുക്കില്ല. എൻ്റെ കാട്ടിക്കോ, എൻ്റെ ഇഷ്ടം എന്നൊക്കെ പറയും. എന്തിനാ അതിനപ്പം ഇതൊക്കെ പറയുന്നത്? ഒന്നാമത് എൻ്റെ ഉറക്കം ശരിയായിട്ടില്ല. ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ 12 മണിയായി. പിന്നെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് കിടന്നപ്പോൾ 1 മണിയായി. 5:30 നീച്ചും ചെയ്തിക്കണേ. അതാണ് പ്രശ്നം. ഞാൻ അങ്ങനെ ആലോചിക്കണേ, എവിടെയാണ് ഒരു മിസ്റ്റേക്ക് വന്നതെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കണത്. ആൻഡ് ഇത് റെനീൻ്റെ ഗ്ലാസ് ഗ്ലോ മേക്കപ്പ് ഓയിൽ. എനിക്ക് പിന്നെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഉള്ളിൽ നിന്നുള്ള ഗ്ലോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഉള്ളിൽ നിന്നുള്ള ഗ്ലോ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് പറ്റിയൊരു സാധനമാണ് ഇത്. ബട്ട് ഇഫ് യു ആർ സംവൺ വിത്ത് ഓയിലി സ്കിൻ ഐ വോണ്ട് സജസ്റ്റ്. ഇതിൻ്റെ കറക്റ്റ് റിവ്യൂ ഒക്കെ ഞാൻ പിന്നെ പറയണേ. എനിക്ക് ഇഷ്ടപ്പെടണില്ല, എനിക്കൊന്നും ഇഷ്ടമാവണില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടി അറിയണില്ല. എന്താ പിന്നെ ചെയ്യുക, എന്ത് മേക്കപ്പം ചെയ്യും? എൻ്റെ മൂടിപ്പം എന്താ കടക്ക് ഒന്നും അറിയില്ല. അതിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ട് പിന്നെ ഞാൻ റീല് കണ്ടിരുന്ന റെഡി ആവണം എന്നുള്ള കാര്യമേ ഞാൻ മറന്നു. ഇതൊക്കെയാണ് എൻ്റെ ഓരോ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഓരോ പ്രശ്നങ്ങളേ അല്ലേ, എന്തൊക്കെ പറയാം, ഒന്നും പറയല്ല. ഇതാണ് ഞാൻ സംസാരിച്ച് വ്ളോഗ് എടുത്താലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ കുറച്ച് കളർ കറക്റ്ററായിട്ട് ഈ ഒരു സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്.
എൻ്റെ ഡാർക്ക് സർക്കിൾസ് പിന്നെ എനിക്ക് ഹൈഡ് ചെയ്യാൻ അറിയില്ല. ഞാൻ ചെയ്ത എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ആ ഒരു കളർ കറക്റ്റിന് ശേഷം നമ്മൾ ഫിസ് ബ്യൂട്ടീൻ്റെ 06 എന്നുള്ളൊരു ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല കൺസീലറാണ്. ദെൻ ഈ ഒരു ടിൻറ്റഡ് സെറം ഉണ്ട് ലോറിയൽ പാരീസിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൈക്ക് നിങ്ങൾക്കിപ്പം ഹെവി ആയിട്ടൊന്നും ഫേസിൽ വേണ്ട, ജസ്റ്റ് ഒരു ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു മീഡിയം ടു ലൈറ്റ് കവറേജ് തരുന്ന ഒരു സാധനം മതി ഫേസിൽ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. ലൈക്ക് എല്ലാവർക്കും ഫൗണ്ടേഷൻസും ഭയങ്കര കേക്കി ആയിട്ട് നിൽക്കുന്നൊന്നും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ ഒരു സാധനം ട്രൈ ചെയ്യാം. അടിപൊളിയാണ്. ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണ് ഈ ലോറിയൽ പാരീസിൻ്റെ ഒരു ടിൻറ്റഡ് സെറം. പിന്നെ ഈ ഒരു പർപ്പിൾ കളർ ലൂസ് പൗഡറാണ് എടുക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തുറക്കാൻ ഞാൻ കഷ്ടപ്പെട്ട് അതോടെ തന്നെ അത് അടങ്ങേറായും ചെയ്ത്. ഈ മോങ്ങാനിരിക്കുന്ന പട്ടിൻ്റെ തലയിൽ തേങ്ങ വീഴാന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു അവസ്ഥയാണ് എൻ്റെ. ഇതെല്ലാം കൂടെ അങ്ങോട്ട് തെറിച്ച്. പിന്നെ ഭാഗ്യത്തിന് എനിക്കറിയായിരുന്നു പിന്നെ ഞാൻ എന്തോരം ക്ലംസിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ജസ്റ്റ് ഷോൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഡ്രസ്സ് നമുക്ക് അത്ര ആയില്ല. ഇതും പറക്ക് പറയും ഇതാ പറക്ക ഏതാണ് ഈ തൊപ്പിയൊക്കെ? ഏറെക്കുറെ എന്തായാലും നേരിട്ട് മിററിലൊന്നും നോക്കുമ്പോൾ എനിക്ക് ഇത്ര ഡാർക്ക് സർക്കിൾസ് കാണാൻ പറ്റണില്ല. കണ്ടോ ഇപ്പം അത്ര ഇല്ല, പക്ഷേ ലൈറ്റിങ് മാറുമ്പോൾ നോക്ക്. ഷിറ്റ്. പിന്നെ ഇതൊക്കെ ഇപ്പം എന്താക്കാനാണ് നമ്മൾ അല്ലേ? ബൈ ദ വേ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡേഴ്സ് ഇത് നോക്കണ്ട. ഇതാണ് കേട്ടോ, മിക്സ് ഒന്നും ചെയ്തിട്ടില്ല, ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ലാക്മി ഫോറെവർ മാറ്റിൻ്റെ 08 ന്യൂ ഡ്രീം. ഓക്കെ, നമുക്ക് മുടി എന്തെങ്കിലും ചെയ്യണം. ദെൻ കയ്യില്ല, പിന്നെ കമ്മൽ കയ്യിൽ ഏത് കമ്മൽ ഇത് ഇതിക്ക് മാച്ച് ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഇതൊക്കെ കണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ കൊണ്ടൊന്നും പറ്റുന്ന പണിയല്ല മക്കളെ. ഒന്നും മര്യാദക്ക് വൃത്തിക്ക് കൊണ്ടെടുക്കാൻ എന്നെ കൊണ്ട് കഴിവില്ല. ഈ കമ്മലിടാനാണ് വിചാരിക്കുന്നത്. അതിനൊന്നും ഫിസ്കൊന്നും മാച്ച്. പക്ഷെ ഞാൻ ആക്ച്വലി ഈ ഒരു ഇതെല്ലാം കുറച്ച് ഡാർക്ക് പേർപ്പിൾ സ്റ്റോൺ വരുന്നൊരു കമ്മൽ ഇതിനുള്ളിൽ കഴിക്കണം. വാങ്ങിയിരുന്നു, പക്ഷെ എവിടെ വെച്ചു ഒരു ഓർമ്മയും കിട്ടണില്ല. ഇനിയിപ്പോൾ കിട്ടും, പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടും അത്. പക്ഷെ കാര്യമില്ലല്ലോ, എനിക്ക് ഇത്ര ഓവർ വേണ്ടേനും. ബേസിക്കലി ഇതാണ് നമ്മളെ മേക്കപ്പ്. എന്തോ കുറവുള്ള മാതിരി തോന്നുന്നു, പക്ഷെ എനിക്കറിയില്ല എന്താ കുറവുള്ളത്. ഇതിൽ കിടാൻ മറന്നിട്ടുണ്ടാവും, ഞാനല്ല, സ്വാഭാവികം. കുറച്ച് സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ചു കൊടുക്കാം. ദിസ് ഇസ് മൈ ബ്രാൻഡ് ന്യൂ സെറ്റിംഗ് സ്പ്രേ Forever 52ൻ്റെ. കുറേ നേരം നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ. ഇത് മേക്കപ്പ് ഫിക്സറാണ്. ആൻഡ് ദിസ് ഈസ് ദ ഔട്ട്ഫിറ്റ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇന്ത്യയിൽ വേറൊരു കോട്ട് സെറ്റ് ഉണ്ട്, ഒരു യെല്ലോ കളർ, അത്ര കുറച്ച് കാഷ്വൽ ആയിട്ടുള്ളൊരു കോട്ട് സെറ്റ്, ഒരു ഫ്ലോറിൽ വരുന്നത്. ഞാൻ വിചാരിച്ചിരുന്നു രാവിലെ അത് മാറ്റിയിട്ട് പിന്നെ ഷൈൻ എന്തായാലുമൊക്കെ വരണമെങ്കിൽ ഉച്ചേൻ്റെ ശേഷമൊക്കെ ആവും. അവിടുത്തെ പള്ളിയും ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടാൽ മതിയെന്നൊക്കെ ഞാൻ വിചാരിച്ചിനി. പിന്നെ എനിക്കിത് കണ്ടപ്പോൾ വിചാരിച്ചു രാവിലെ തന്നെ ഇടാം, ഇറ്റ്സ് ഓക്കെ, അങ്ങനെയൊക്കെ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ് കേട്ടോ. ഒരു ഷോളൊരു ഡൈ ചെയ്തിട്ട് 2 ഷെയ്ഡ്സ് വരുന്ന ഒരു ഷോളൊക്കെയാണ്. ആൻഡ് യാ, അപ്പം അങ്ങനെയൊക്കെയാണ്. ഇതാണ് നമ്മളെ സ്റ്റെയിൻ. ഞാൻ രാവിലെ കാണിച്ചതിനേക്കാളും പിന്നെ ഒന്നുകൂടെ സ്റ്റെയിൻ കൂടി. നെയിൽസിൽ പിന്നെ ഞാൻ പറിച്ചെടുക്കാൻ പറ്റുന്നൊരു നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ അവിടെ ഇവിടെ തട്ടിയിട്ട് ആകെ നസിക്കുസി ആയത്. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് നമ്മൾ ഇപ്രാവശ്യം തറവാട്ടിലെ പെരുന്നാൾ എന്നുള്ള രീതിയിൽ എല്ലാ മൂത്താപ്പാരും എളാപ്പാരൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരുന്ന ടൈപ്പ് പെരുന്നാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പള്ളി കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ. അപ്പോൾ രാവിലെ കുറച്ച് മഴ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ക്ലിയർ സ്കൈ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഫോട്ടോസൊന്നും എടുക്കാൻ നമ്മളെ തൊട്ടടുത്തൊന്നും ലൈക്ക് നല്ല ഫോട്ടോസ് എടുക്കാനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്പേസ് ഒന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് പിന്നെ നമ്മൾ ഫാമിലി ഫോട്ടോ എല്ലാവരും കൂടെ ഇളപ്പോ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ജസ്റ്റ് സെൽഫിയോ അത് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരും കൂടെ അങ്ങനെ അതിന് വെയിറ്റ് ചെയ്യാണ്. എന്നാൽ ആ ഒരു ടൈം കൊണ്ട് ബാക്കിയുള്ളവർ എത്തുമല്ലോ, എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് കരുതി ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഫോട്ടോസ് എടുക്കാൻ എനിക്കൊരു മൂഡില്ല ഒന്നാമത്. പിന്നെ ഷായി വന്നിട്ട് ഒരുമിച്ച് പോയി ഫോട്ടോ എടുക്കുക. ആൻഡ് ഇതായിരുന്നു
നമ്മുടെ ഫുഡ് നല്ല ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, കാട പൊരിച്ചത്, ഇതൊക്കെ ഉള്ളായിരുന്നു നമ്മളത്. പിന്നെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്തു, മെയിൻ ടേബിൾ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നെ ആ ഒരു ടൈം ആയപ്പോൾ തന്നെ മൂത്താപ്പാരും എല്ലാവരും വന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. പിന്നെ ഉമ്മച്ചി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പായസമൊന്നും ഞാൻ അങ്ങനെ കുടിക്കൂല. അപ്പോൾ എൻ്റെ വ്ളോഗിൽ പിന്നെ ഞാൻ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ബിരിയാണി കടിച്ച് കയറ്റിയപ്പോൾ തന്നെ ഒരു മയക്കം വരാൻ തുടങ്ങി. മാൻഡാറ്ററി ആയിട്ടുള്ളൊരു ഈദുറക്കുണ്ടല്ലോ, അത് വരാൻ തുടങ്ങി. ഞാൻ അങ്ങോട്ട് മേലെ റൂമിൽ പോയി കിടന്നുറങ്ങി. ഞാൻ കിടന്നുറങ്ങിയപ്പോഴാണ് ഷാഹിന് വന്നത്. അപ്പോൾ എൻ്റെ ഉറക്കവും എൻ്റെ കിടത്തൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയോ, പിന്നെ ഷാഹിന് വന്ന് ഫുഡൊക്കെ കഴിച്ചത്. എൻ്റെ ഇടയ്ക്ക് അതൊക്കെ നടന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടെ മേക്കപ്പ് ചെയ്തു. ഇൻ്റെത് കഴുകി കളഞ്ഞിട്ട് മേക്കപ്പ് ചെയ്തു. ഒരുമാതിരി മേക്കപ്പ് ആയിരുന്നു ഞാൻ ചെയ്തത്. രാവിലത്തെ അത്ര ഒരു വൃത്തിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു 2 ഫോട്ടോസ് എടുക്കാനല്ലേ, അതിനുള്ളൊരു സാധനം മതിയല്ലോ എന്നൊക്കെ അടിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്തത്. ഡ്രസ്സൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ഞാൻ പിന്നെ എടുത്തിട്ടതാണ്. ആൻഡ് പിന്നെ ഞാൻ ഫസ്റ്റ് ആ ഒരു വീട്ടിൽ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ ഞാൻ ആ ഗോൾഡൻ കളർ ഫ്ലാറ്റ്സ് ആയിരുന്നു ഇട്ടത്. പിന്നെ പുറത്തൊക്കെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഹീൽസ് ഇടാന്ന്. ബിക്കോസ് എനിക്ക് ഈ ഈദിന് ഷാഹിന് 2 ചെരുപ്പ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് വേറൊരു ചെരുപ്പുണ്ട് ഹീല്. പക്ഷേ ഈ ഒരു ചെരുപ്പ്, ഈ ഒരു ബ്ലാക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെരുപ്പിൻ്റെ ഭംഗിയാണോ എന്നറിയാം, പക്ഷേ എൻ്റെ കാലിന് ആ ചെരുപ്പ് നല്ല മാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് എവിടെയെങ്കിലും നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഷാഹിനും കൂടെ വന്നപ്പം മെഷീറിനും അപ്പുറത്തുള്ള വീട്ടിലേക്കൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് പോയി വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അവിടെ പോയപ്പം ഓരവിടെ ഇല്ല. നമ്മൾ പെരുന്നാൾക്ക് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇറങ്ങുമല്ലോ, അങ്ങനെ ഓരെവിടേക്കോ പോയതായിരുന്നു. അപ്പോൾ ഓരവിടെ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഷാഹിന് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോൾ തന്നെ ഓൻ്റെ പിക്ചേഴ്സൊക്കെ എടുത്ത് വന്നതാണ്. ഇനി നമ്മൾ ഒരുമിച്ചിട്ടുള്ള പിക്ചേഴ്സ് എടുക്കാനേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇൻസ്റ്റയിൽ കുട്ടികളൊക്കെ ഫ്രണ്ട്സ് അല്ലാത്തവരൊക്കെ മെസ്സേജ് കിട്ടിയിരുന്നു, ഇത് ഫോട്ടോ കണ്ടില്ലല്ലോ എന്നൊക്കെ. ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലേ 2-3 കുട്ടികൾ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ഒരു നമ്മളെ നോക്കണത് ഇങ്ങനെ ഞങ്ങൾക്ക് മടിയായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ ഇവിടെ കുറച്ചപ്പുറത്ത് ഞാൻ ജിമ്മിലൊക്കെ പോയിട്ടില്ലായിരുന്നു. ഞാൻ ആ ഒരു ജിമ്മിൻ്റെ ഒരു ഭാഗം നല്ല രസമുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഒരു ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുള്ള പോലത്തെ ലാൻഡ്സ്റ്ററിൽ. അപ്പം നമ്മൾ അവിടെ പോയി നോക്കാൻ നേരുന്നു. രാവിലെയൊക്കെ എല്ലാ വീടിൻ്റെ മുന്നിലും എല്ലാ ഷോപ്പിൻ്റെ മുന്നിലും ആൾക്കാർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഷാഹിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഈവനിങ് ആയല്ലോ, ഈവനിങ് ഇനി കുറച്ച് തിരക്ക് കുറഞ്ഞോളൂ എന്നൊക്കെ കരുതിയിട്ടാണ് അവിടെ പോയത്. പക്ഷേ അവിടെയും അത്യാവശ്യം നല്ല ആൾക്കാർ ഫോട്ടോസ് എടുക്കാൻ ഓരോ മൂലക്കലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഞാൻ എൻ്റെ കുറച്ച് സിംഗിൾ പിക്ചേഴ്സും പിന്നെ ഷാഹിൻ്റെ കൂടെയുള്ള കുറച്ച് പിക്ചേഴ്സും വീഡിയോസൊക്കെ എടുത്തു. ഷാഹിൻ്റെ കൂടെയുള്ള പിക്ചേഴ്സൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അപ്പോഴത്തേന് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂടും നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ ഞങ്ങൾ ഷവർമിലയിൽ കയറിയിട്ട് അവിടുന്ന് നല്ല ഷവായി കഴിച്ചു. ഞാനും ഹാദിയും ഷാഹിനും കൂടെ. ഹാദിനെയായിരുന്നു ഞങ്ങൾ ഫോട്ടോഗ്രാഫറായിട്ട് കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹാദിക്ക് ഇപ്പോൾ പല്ലിന് ക്ലിപ്പൊക്കെ ഇടുന്നതുകൊണ്ട് അവന് തിന്നാൻ പറ്റണില്ലായിരുന്നു. പിന്നെ അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓളെയും കണ്ടു. ഓളെ പെരുന്നാൾക്ക് തന്നെ കണ്ടു എന്തായാലും. അപ്പോൾ ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മൈലാഞ്ചൊക്കെ നോക്കിയായിരുന്നു. നല്ല രസമുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വി ആർ ഗോയിങ് ടു മൂത്തമ്മാൻ്റെ വീട്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് വഴിയെ കാണിച്ചു തരാം. എന്താ റൂമിൻ്റെ ഒരു കോലം ഉസാർക്ക് മുന്തിരിങ്ങ. പക്ഷേ മൂത്തമ്മാൻ്റെ അടുക്ക് ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചൊക്കെ ദൂരമുള്ളൂ. പക്ഷേ എന്തോ ഒരു ബ്ലോക്കാണോ എൻ്റെ അമ്മേ, ബ്ലോക്ക് കൊണ്ട് അനങ്ങണില്ല. ഈ ഷാഹിന് പിന്നെ ഡ്രൈവ് ചെയ്യല്ല. ഓൻ ബാക്ക് സീറ്റിലാണെങ്കിൽ സ്വിച്ചിട്ട പോലാണ് കിടന്നുറങ്ങും. ഓനല്ല ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൻ അങ്ങോട്ട് കിടന്നുറങ്ങും. അങ്ങനെ മൂത്തമ്മാനോട് എത്തിയപ്പോൾ അവിടെ മിറാലുണ്ടായിരുന്നു. മിറാലോളെ പപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കസ്റ്റാർഡൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയപ്പോൾ പിന്നെ മണ്ടാറ്ററി ആയിട്ടുള്ള ഈദിൻ്റെ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ എത്തി. എല്ലാവരും മീൻസ് അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും പിന്നെ എൻ്റെ കുറച്ച് കസിൻസും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 60 ഷോട്ട്സ് വരുന്ന ഈ ഒരു പടക്കം വെച്ചിട്ടാണ് തുടങ്ങിയത്. ഇത് നല്ല രസമാണല്ലോ കാണാൻ, ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും മേലെ പോയാൽ. അങ്ങനെ ആ ഒരു സാധനമൊക്കെ പൊട്ടിച്ച് ഇതിൻ്റെ ഒന്നും മര്യാദക്ക് വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. ബിക്കോസ് എനിക്ക് പടക്കം ഇങ്ങനത്തെ പൊട്ടുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നല്ല സൗണ്ടുള്ള പടക്കമൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, പിന്നെ അപ്പുറത്തുള്ള ലിനു ഓരൊക്കെ ഉണ്ടായിരുന്നു. പടക്കം ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ രസമല്ലേ കാണാൻ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം വേറെ പൂത്തിരിയും ഇതിനൊന്നും പേരെനിക്കറിയില്ല, പേരൊക്കെ ഓർക്ക് അറിയുള്ളൂ.
എനിക്ക് പിന്നെ നമ്മളെ പണ്ടത്തെ പൂത്തിരി, മേശപ്പൂത്തിരി, പിന്നെ ചക്രം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അറിയുള്ളൂ. ഇതാണ് മേശപ്പൂത്തിരി എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം അത്രയൊക്കെയാണ് നമ്മളെ പെരുന്നാൾ. നിങ്ങളെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറയുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയണം. ആൻഡ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ എന്നും കൂടി പറയണം. ലാസ്റ്റ് പൂത്തിരിയും കൂടെ കത്തിച്ചിട്ട് നമ്മൾ പരിപാടികൾ അവിടെ തീർത്തു. എന്നിട്ട് പിന്നെ നമ്മളും ഞാനും ഷൈനും പിന്നെ കുറച്ച് കസിൻസും പിന്നെ ഐസിയും ഹാദി എല്ലാവരും കൂടെ ജസ്റ്റ് എവിടെയെങ്കിലും പോയിട്ട് മറ്റേ നെയ്ച്ചോറും പൊള്ളിച്ചതും എന്നൊക്കെ പറയും, അൺലിമിറ്റഡ് നെയ്ച്ചോറ്, അങ്ങനത്തെ എന്തെങ്കിലും സാധനമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി. ഐസി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്, ഐസ പിന്നെ ഭയങ്കര ഡാൻസറാണല്ലോ. അങ്ങനെ അതൊക്കെ ആക്കിയിട്ട് നമ്മൾ പെരുന്നാൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു. നിങ്ങളത് എങ്ങനെ ഉണ്ടായിരുന്നു പറയേ.